ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ഫേസ് പാക്ക് ആയിട്ടാണ്. അതാണ് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് വന്നിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവില്ല, ഭയങ്കര എന്താ പറയുക, ഓൾറെഡി നല്ല വെയിലാണ്. വെയിലും മഞ്ഞും, ഡിസംബർ ആയതുകൊണ്ട് മഞ്ഞും വെയിലും മഴയും എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റേതായ സ്കിന്നിൽ ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ടായിരിക്കും. പിന്നെ എക്സാം ആയതിനുള്ള ഭയങ്കര ക്ഷീണവും ഉണ്ട്. അപ്പോൾ ഫേസ് പാക്കിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നാണ് എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്നത്. അപ്പം ഇന്ന് നോക്കുമ്പോൾ മുഖം ഭയങ്കരമായിട്ട് ഞാൻ കുറേ ആയിട്ടോ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഫേസ് പാക്ക് ഞാൻ സത്യം പറയുക യൂസ് ചെയ്യാറുണ്ട്. മന്ത്ലി ഒക്കെ യൂസ് ചെയ്യും. ഭയങ്കരമായിട്ട് മുഖം ഡള്ളായി കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്ന റെഗുലർ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം കാണാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും മാസ്ക് ഇടുകയാണെങ്കിലും നല്ലപോലെ ഫേസ് വാഷ് ചെയ്യണം. നല്ലൊരു ഫേസ് വാഷ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഇപ്പം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരിക്കും, ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം ഫേസ്. എന്നിട്ട് ഡയറക്റ്റ് ഒരു ഫേസ് മാസ്കോ അല്ലെങ്കിൽ ഫേസ് പാക്കോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ക്രബ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ക്ലിയർ ആവും. കാരണം നമ്മൾ ഫേസ് വാഷ് ഇട്ടാലും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ഇടുമ്പോൾ ആ പാക്കിന് സൂട്ടബിളായ രീതിയിൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ എന്താ പറയുക, സ്മൂത്തായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കും. കാരണം നമ്മുടെ എന്താ ചളിയൊക്കെ പോവുമല്ലേ, സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്ന പാക്ക് നല്ലപോലെ നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഞാനൊരു സ്ക്രബ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഒരുപാട് സ്ക്രബ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. പുറമേ നിന്ന് അവൈലബിൾ ആണ് ഒരുപാട് സ്ക്രബ്. പക്ഷെ നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കണേ. ഞാനിവിടെ എന്താ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോഫി പൗഡറും ഷുഗറും പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ചെയ്യുന്ന സ്ക്രബ് ആയിരിക്കും, നമുക്ക് ഓരോ വീഡിയോസിലുണ്ടല്ലോ. അപ്പോൾ ഈ സ്ക്രബ് ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം വീഡിയോസിലൊക്കെ നമ്മൾ കാണാം സ്ക്രബ് ഇത് തക്കാളിയിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് കാണാം. അതുപോലെ നാരങ്ങ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ എന്താ, നമുക്ക് മോര് ആഡ് ചെയ്യാം, പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് സ്കിന്നിൽ നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുന്ന ഏതൊരു സാധനം, നാരങ്ങ, മോര്, അതുപോലെ റോസ് വാട്ടർ എല്ലാം, ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീര്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതൊരു മിക്സ് ആക്കിയിട്ട് സ്ക്രബ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റോസ് വാട്ടറാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുക. എൻ്റെ സ്കിന്നിൽ ഞാൻ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ റോസ് വാട്ടർ തന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ എടുക്കണം. അപ്പം കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇതിൽ റോസ് വാട്ടർ എടുത്തിട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിരിക്കുക റോസ് വാട്ടർ. അപ്പം ഇതിപ്പോൾ ഞാൻ കാണണ്ടാവും കോഫി പൗഡറും പഞ്ചസാര. അപ്പോൾ എനിക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഡള്ളായി സംസാരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എക്സാമിലായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നല്ല ക്ഷീണമുണ്ട്. ഉച്ചയ്ക്ക് എണീറ്റിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, രാത്രിയാണ്. അപ്പോൾ എന്നാലും ക്ഷീണമുണ്ട്, എക്സാമല്ലേ, ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് വീഡിയോസ് ഇടല്ലേ, ഇനിയും അതൊക്കെ ശരിയാക്കാം. നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് എത്ര വെള്ളം വേണോ നമുക്ക് ആഡ് ചെയ്തു, പക്ഷെ നല്ല വെള്ളമാവരുത് കേട്ടോ, കുറച്ച് വെള്ളത്തിൽ മതി. സോ ഇത് ഇങ്ങനത്തെ ഉണ്ടോ, ഇങ്ങനൊരു ഇതായിട്ട് കിട്ടും, തരി പോലെ ഇട്ട് കിട്ടും സാധാ സ്ക്രബ്. പിന്നെ ഞാൻ മുഖം ഒന്ന് ഇതാക്കി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖം ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡള്ളായിരിക്കില്ല. ഫേസ് വാഷ് ചെയ്തെങ്കിലും ഇത് ചെയ്യണതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പം ഞാൻ ഫേസിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പം മുടി ഇങ്ങനെയൊക്കെ തട്ടിയിട്ടൊക്കെ നമ്മൾ കേടുവരുത്തും. അപ്പം ഞാൻ ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം റെഡിയാണ്. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ മുടി ഇങ്ങനെയൊക്കെ തന്നെയാണ് കെട്ടിയിട്ടിരിക്കുക. സോ അപ്ലൈ ഒരു തക്കാളിയോ നാരങ്ങയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫേസിൽ ചെയ്യാം. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തക്കാളി യൂസ് ചെയ്യാറില്ല. തക്കാളി യൂസ് ചെയ്യുമ്പം വെയിലുണ്ട് കഴിഞ്ഞാൽ കരിവാളിക്കണ ഒരു പ്രശ്നം ചിലർക്ക് വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം ഓയിലി സ്കിന്നാകുമ്പം ഈ തക്കാളി നീരും കൂടെ ആയിട്ട് വെയിൽ കൊള്ളുമ്പം കരിവാളിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം.
ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ ചിലവർക്ക് എന്താ പറയുക തക്കാളി ബെറ്റർ ആയിരിക്കും, എനിക്കത്ര നന്നല്ല. സോ ചെയ്യട്ടെ കേട്ടോ, മൊത്തം ഒന്ന് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തു. സത്യം പക്ഷേ പുറത്തിറങ്ങാനും പേടിക്കും. അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാക്സിമം 5-10 മിനിറ്റ് തുടങ്ങി നമുക്ക് ഒന്നുകൂടെ സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഒന്ന് ഉണങ്ങിയിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെ വലിയ തുടങ്ങി. സോ കുറച്ചുകൂടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പം തക്കാളിയോ നാരങ്ങയാണെങ്കിൽ അതിന് നീരും കൂടെ ആഡ് ചെയ്തോളൂ. ആഡ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. ഓക്കെ, സ്ക്രബ് ചെയ്യാണ്. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ ഇത് വാഷ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും സ്ക്രബും അതൊരു സ്ക്രബ് ഒരു ആഴ്ചയിലോ ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിമ്പിൾസ് വന്നിട്ട് നമ്മുടെ മുഖത്ത് പാടുണ്ടാവില്ലേ, ആ പാടൊക്കെ പോകാൻ സ്ക്രബ് നല്ലതാട്ടോ. അത് നിങ്ങൾക്ക് ഫേസിൽ എന്താണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യണം. നാരങ്ങനീരാണെങ്കിൽ അത്, മോരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര്, പാൽ യൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് തന്നുണ്ട്. വാഷ് ചെയ്തപ്പോൾ തന്നെ നോക്കൂ ആ ഒരു എന്താ പറയുക ആ ഡാർക്ക്നെസ് തന്നെ പോയി കിട്ടി കേട്ടോ. നമ്മളെല്ലാം പോലെ ക്ലോത്തുണ്ട് തോർത്തുണ്ട് തുടയ്ക്കുക. പിന്നെ സ്കിന്നിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാട്ടോ. എൻ്റെ ചേച്ചിയായാലും അമ്മയായാലും നമ്മുടെ മുഖം ഇങ്ങനെ 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 എന്താ പറയുക വേഗം എവിടെയെങ്കിലൊക്കെ പോകാനുള്ള പോലെയൊക്കെ തുടയ്ക്കും. അങ്ങനെയൊന്നും തുടയ്ക്കുകയല്ല. കാരണം എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. സോ ഓയിൽ സ്കിന്നായാലും റഫ് സ്കിന്നായാലും സെൻസിറ്റീവ് ആണെങ്കിലും ഇങ്ങനത്തെ സ്കിന്നായാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉപ്പെടുത്താൽ മതി വെള്ളം. അത് നമ്മൾ നല്ലിട്ട് ഉരയ്ക്കുമ്പം സ്കിന്നിന് ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഒരതും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യുക പാക്ക്. അപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവില്ലേ, കടലമാവ് ശരിക്കും മോരൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാപ്പിപ്പൊടി, ഈ കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടി മോര് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇടും. ചിലർ കാപ്പിപ്പൊടിയും കടലമാവും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് മോരും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നവരുണ്ട്. കടലമാവ് നല്ലതാട്ടോ, ഏറ്റവും ബെസ്റ്റാണ് സ്കിന്നിന്. അതിപ്പോൾ ഓയിൽ സ്കിന്നായാലും റഫ് സ്കിന്നായാലും കുറച്ച് ഗ്ലോ വരണമെങ്കിൽ നമ്മളിപ്പോൾ സോപ്പിട്ട് കഴിക്കില്ല, ആ ഒരു എഫക്റ്റ് തന്നെയാണ് കടലമാവിനും. മുഖത്തെ ചളിയൊക്കെ പോയി ഒന്ന് ക്ലിയർ ആവാൻ കടലമാവ് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് സ്കിന്നിന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കടലമാവ് ഒന്ന് ഡെയിലി ഒന്ന് യൂസ് ചെയ്ത് നോക്കും. നമ്മൾ ഒരു ഡപ്പയിലൊക്കെ ആക്കി വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്താലും മതി. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ കടലമാവ്, ഇത് ഞാൻ അങ്ങനെ കടലമാവ് എടുത്തിട്ട് അതിൽ മോര് പാൽ ആഡ് ചെയ്തിരിക്കുക കേട്ടോ. പാൽ എന്താണെന്ന് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലമാവ് എടുത്തിട്ട് പാലും കൂടി ചെയ്തിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറുകി വരും. നമ്മൾ ഈ എന്താ കുട്ടികൾക്ക് കോറയ്ക്ക് ഉണ്ടാക്കില്ലേ, അതേപോലെ കുറുകി വരുമ്പോൾ ഇങ്ങനെ ഒരു ക്രീമായിട്ട് കിട്ടും. സാധാരണ കടലമാവിൽ മോരൊഴിച്ചാലും പാലൊഴിച്ചാലും ഒരു ക്രീമായിട്ട് നമുക്ക് കിട്ടുമെങ്കിൽ പോലും ഇത് അതിനേക്കാൾ നൈസായിരിക്കും. അല്ല നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന ക്രീമില്ല, അത്രയ്ക്കും സ്മൂത്തായിരിക്കും. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊടിയുടെ തരി നമുക്ക് ഫീൽ ചെയ്യും. വാഷ് ചെയ്യുമ്പോഴും ഫീൽ ചെയ്യും, നമുക്ക് ആ ഒരു പൊടി ഉള്ള പോലെ തോന്നി. ഇതാകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല. സോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഞാൻ ഉണ്ടാക്കി വെച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തണുക്കണം. കാരണം ചൂടാക്കിയിട്ട് അതേപോലെ തേച്ച് കഴിയുമ്പോൾ പിന്നെ പുള്ളിപ്പോവും. സോ ഇത് തണുത്തിട്ടുണ്ട്, നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര തണുപ്പാട്ടോ, കാരണം പാലാണ്, പച്ചപ്പാലും അതേപോലെ തന്നെ കടലമാവുമാണ്. അപ്പം നല്ല തണുപ്പാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി എനിക്ക് പറ്റില്ല, എനിക്കൊരു മാതിരി എരിച്ചിൽ ടൈപ്പൊക്കെ തോന്നും.
ഭയങ്കര എരിച്ചിൽ പുകച്ചിലൊക്കെ പറയില്ലേ, മഞ്ഞപ്പൊടി ഓൾറെഡി ഞാൻ എന്താ പറയുക ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാച്ച തന്നെ മോരില്ലേ തൈര്, മോരും തൈര് വ്യത്യാസമില്ലേ, തൈരായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ ഭയങ്കര തണുപ്പാണ്, അത്ര ഫേസിന് കുഴപ്പമില്ല മഞ്ഞപ്പൊടിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അല്ലാതെ ഞാൻ യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് നീറും. കാരണം പിമ്പിൾസ് ഇല്ലെങ്കിൽ കൂടെ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുമ്പം മുഖം നീറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ നശിക്കാന്നൊക്കെ പറയും, എങ്കിലും എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നോ കുരു വന്നതിൻ്റെ പടക്കം കിട്ടും, അത് വേണ്ടി അറിയില്ല. കാരണം ഇപ്പം എക്സാം ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് 1 മന്തായി. കഴിഞ്ഞ മാസത്തിനും ഈ മാസത്തിനും കൂടെ തുടങ്ങിയ എക്സാമാണ്. നീട്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മാസമായി എക്സാം. അതുകൊണ്ടൊന്നും നമുക്കൊന്നും ശ്രദ്ധിക്കാറില്ല. നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിരികത്തിൻ്റെ അങ്ങോട്ടൊന്നും ആക്കരുത് കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി ഇല്ല, നിങ്ങൾ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിരികത്തിൻ്റെ നമ്മൾ ആക്കണ്ട, കാരണം പിരികൊക്കെ പോവും. നല്ലപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, കടലമാവ് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പല്ല ഇത്. വേവിച്ചോളി, പാൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്രീമായിട്ട് കിട്ടും. പിന്നെ മസ്റ്റ് ഒരു കാര്യമാണ്, ഇതിപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് തേക്കുക. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛനൊക്കെ പറയും, അച്ഛനല്ല എല്ലാവരും പറയും, നമ്മൾ എന്തൊരു സാധനം ചെയ്യുമ്പോഴും കഴുത്തിൻ്റെ ഇങ്ങോട്ട് ഇറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുഖം വേറെ കളറും കഴുത്ത് വേറെ കളറും. സോ പുട്ടി അടിച്ച കണക്കിരിക്കും, പുട്ടി അടിച്ച പോലെ ഉണ്ടാവും നമുക്ക്. കാരണം നമ്മൾ ചെയ്യുന്ന ഫേസ് പാക്ക് ആണെങ്കിലും സ്ക്രബൊക്കെ ആണെങ്കിലും മുഖത്തല്ലേ വെളുക്കുള്ളൂ, മുഖത്തല്ലേ അതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ കഴുത്തിന് അങ്ങോട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇറക്കി കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നും രണ്ടും ഒരേ കളർ. സോ അപ്ലൈ. കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല തേക്കുക. ഉറക്കം എനിക്കൊക്കെ ഉണ്ട്, അല്ലാത്തൊരു ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യണം. ഈ സ്ക്രബ് ശരിക്കും ഉണ്ടല്ലോ, നമുക്കിപ്പോൾ നാളെ ഒരു വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അങ്ങനത്തെ സ്ക്രബാണ്, നല്ല ഗ്ലോയിങ് കിട്ടും. സോ ഇതൊന്നും ഉണങ്ങാൻ ഉണങ്ങിട്ട് ഒരു 8-10 മിനിറ്റ്, അതിന് കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഉണങ്ങട്ടെ. ഇത് മാക്സിമം ഉണങ്ങിയിട്ടുണ്ട്, കാരണം ഞാൻ നല്ലപോലെ ഉണക്കി. എന്താ പറയുക, നമ്മൾ ചില സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോണ്ടല്ലോ ഇങ്ങനെ വെലിഞ്ഞിങ്ങനെ വരണ പോലെ, അങ്ങനെ ഞാൻ ആക്കില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ മാക്സിമം ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്. സോ ഇതിപ്പം ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കട്ടിയുള്ള ഭാഗത്ത് ഉണങ്ങാൻ താമസമാണ്. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫൈനൽ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണിത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിന് ഡാർക്ക്നെസ് ഒന്നും ഫേസിലധികം വരാറില്ല. അപ്പോൾ എങ്കിലും മാക്സിമം നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയിൽ പിന്നെയും പറയുകയാണെങ്കിൽ നമ്മളൊരു പാക്ക് ഇടുകയാണെങ്കിലും ഫേസ് മാസ്ക് ഇടുകയാണെങ്കിലും പെട്ടെന്നൊരു എന്താ പറയുക വാവ് എഫക്റ്റ് ഒന്നും കിട്ടില്ല. അത് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ കുറച്ച് താമസം എടുക്കും. സോ നമ്മൾ എന്തായാലും ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ 1-2 തവണ ട്രൈ ചെയ്യണം, എങ്കിൽ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു നോർമൽ നല്ലൊരു ഫേസ് റിഫ്രഷ് ആവാൻ പറ്റിയ നല്ലൊരു മാസ്കാണ്, നല്ലൊരു സ്ക്രബാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക, യൂസ് ചെയ്യുക. നമുക്കൊരു മാരേജ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ്. സോ യൂസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.